എന്റെ സിസ്റ്റർ ഈ ഹോസ്പിറ്റലിനകത്തൊരു ഉത്തരവാദിത്തമല്ലാതെ കാണിക്കല്ലേ. എന്താ ഡോക്ടർ? എന്റെ സിസ്റ്റർ ഈ പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകളെ പ്രസവ വാർഡിലല്ലേ അഡ്മിറ്റ് ചെയ്യേണ്ടത്? അതെ. ഒരു പൂർണ്ണ ഗർഭിണിയെ കൊണ്ട് ഈ ആണുങ്ങളെ വാർഡിൽ അഡ്മിറ്റ് ചെയ്തേക്കുന്നില്ല. അയ്യോ, ശരിയാണ്. എന്ത് പണിയെ കാണിക്കണത്? അതെ, എടി, എടി നിന്റെ പ്രസവത്തിലല്ലേ എടുത്തേ, നീ ഇതിവിടെ നടക്കണ? എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് കേരളത്തിലെ അറിയപ്പെടുന്ന DDT. അതാണ് സംഭവം. സംഭവം മനസ്സിലായ? ഇല്ല. ഇതാണ് ഉറുമ്പിനെ കൊല്ലുന്ന DDT പൊടി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു DDTയെ കണ്ണും മുക്കും കാലും വെച്ച് കാണുന്നത്. ഹലോ കമ്പൗണ്ടറെ. കമ്പൗണ്ടറോ? ഞാൻ ഡോക്ടറാണ്. ഡോക്ടറാണോ? എന്താ ഡോക്ടറെ, ഈ കണ്ണും മൂക്കും മറ്റു ഉറുമ്പിനെ കൊല്ലുന്ന DDT അല്ല, പിന്നെ കേരള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ വിപ്ലവ സിംഹം DD തങ്കപ്പൻ. അങ്ങനെ സംഭവം എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ഇന്ന് രാവിലെ ഞാൻ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതല്ല, അപ്പുറം വേണം. സെക്രട്ടറിമാരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ വാരി വലിച്ചു കിട്ടും. എന്റെ കമ്പൗണ്ടറെ സെക്രട്ടറിമാരെ ഉപദ്രവിച്ചെന്നല്ല പറഞ്ഞത്. ഞാൻ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. ആ ഉപരോധിച്ച് വമ്പൻ സമരം നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഞാനൊരു കല്ലിൽ വെറുതെ ഒന്ന് തൊട്ടതേ ഉള്ളൂ. ഒരു പോലീസുകാരൻ ലോകമറിയുന്ന എന്നെ അറഞ്ചാൻ പുറഞ്ചാൻ തല്ലി. ലോകമറിയുന്ന ഒരു വ്യക്തിയെ പോലീസുകാരൻ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കത്തില്ല. അതെ, വിശ്വസിക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കണം. ലോകത്തിനെ എന്നെ അറിയാവൂ, പോലീസുകാരൻ എന്നെ അറിഞ്ഞുകൂടാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്റെ പെണ്ണും പിള്ളേരെ മുഖം മറന്നാലും അവന്റെ മുഖം ഞാൻ മറക്കത്തില്ല. നമ്മൾ വേഷ മേടിച്ചിട്ടൊക്കെയാണല്ലോ. അടുത്ത പ്രാവശ്യം ഞങ്ങൾ അധികാരത്തിൽ വരുമല്ലോ. എത്ര വർഷം കഴിഞ്ഞു? 5 വർഷം കഴിഞ്ഞ? ഇനി ഇപ്പുറത്തൊരു പൂജ്യം കൂടെ ഉണ്ട്. 50 വർഷം. 50 വർഷം. 50 വർഷം കഴിഞ്ഞാലും ഞങ്ങൾ വരുമല്ലോ. അന്ന് ഈ പോലീസുകാരൻ ഞാൻ കേരളത്തിന്റെ അങ്ങേയറ്റത്തുനിന്ന് ഇങ്ങേറ്റത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കും. അല്ല, കേരളത്തിന്റെ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ ഓടിക്കാനാണെങ്കിൽ അത് വന്ദേ ഭാരതല്ലേ? വന്ദേ ഭാരതിന് 1-2 സ്റ്റോപ്പെങ്കിലും കാണും. യവന് സ്റ്റോപ്പേ കാണൂല, നോൺ സ്റ്റോപ്പ് ആയിരിക്കും. ഈ 50 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ പോലീസുകാരൻ അങ്ങ് റിട്ടയർഡ് ആവത്തില്ലയോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ മോനെ ശിക്ഷിക്കും. മോൻ പോലീസുകാരനാവുന്ന എന്തോ എത്ര നിശ്ചയം? എന്റെ മനുഷ്യ, ഇവിടെ ഒരു നാട്ടു നടപ്പുണ്ട്. സിനിമാ നടന്റെ മകൻ സിനിമാ നടൻ, രാഷ്ട്രീയക്കാരന്റെ മകൻ രാഷ്ട്രീയക്കാരൻ, പോലീസുകാരന്റെ മകൻ പോലീസുകാരൻ. അങ്ങനെയാണെങ്കിൽ ഈ പോലീസുകാരന് മക്കളില്ലെങ്കിലോ? ഞാൻ ഉണ്ടാക്കും. എന്നാലും എന്റെ ഡോക്ടറെ, ഈ മുതുകിലെ അടി അങ്ങോട്ട് വേദനിക്കുമ്പോഴേ എനിക്ക് രോക്ഷം അടക്കാൻ പറ്റുന്നില്ല. രോക്ഷം വരണം. കത്തി കേറണം. ഞാൻ കാക്കിക്കുള്ളിൽ പോലീസ് എങ്കിൽ നിയമം ഞങ്ങൾ പാലിക്കും.